തൃശൂർ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയിൽ മുങ്ങി മരിച്ച 4 പേരുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ ചെറുതുരുത്തിയിലെ വീട്ടിൽ കാത്തു നിൽക്കുകയാണ്. സൂരജ് സജീവങ്ങൾ വെച്ചിരുന്നു. സൂരജ്, അത് ആ വീടിൻ്റെ മാത്രമല്ല, നാടിൻ്റെ മാത്രമല്ല, സംസ്ഥാനത്തിനൊന്നാകെ വല്ലാത്ത വേദനയായി മാറുന്നുണ്ട് ആ 4 മരണം. 4 പേർക്കും ഏത് രീതിയിൽ ആണ് നാട് യാത്രയപ്പ് നൽകുന്നത്? സൂരജ്. ഹാഷ്മി, തീർച്ചയായും ഒരു നാടാകെ സങ്കടക്കടലിലാഴുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ചെറുതുരുത്തിയിൽ നിന്ന് കാണാനാകുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ കുട്ടികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളെ ഒരു ഉല്ലാസത്തിന് വേണ്ടി ഈ ചെറുതുരുത്തി പുഴയുടെ ഓരത്ത് ഈ 2 ദമ്പതികൾ ഉൾപ്പെടെ, ഈ 2 കുട്ടികളും ഉൾപ്പെടെ 4 അംഗ കുടുംബം ഈ ഭാരതപ്പുഴയിലേക്ക് എത്തുന്നത്. ഈ കുട്ടികൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഈ കാൽ വഴുതി, അതായത് ഈ ചുഴിയിൽപ്പെട്ട് ഈ കുട്ടികൾ പുറകിലേക്ക് മറിഞ്ഞു വീഴുന്നു. അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഭാര്യയും ഭർത്താവുമായ ഷാഹിനയ്ക്കും അതുപോലെ തന്നെ കബീറിനും ജീവൻ നഷ്ടമാകുന്നു. 3.5 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യത്തിനൊടുവിലാണ് ഈ 4 പേരുടെയും മൃതദേഹം ഈ ഭാരതപ്പുഴയിലെ ഈ ആഴങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. ഈ നാടിനെ സംബന്ധിച്ച് അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണുള്ളത്. ഈ കബീറിനെ സംബന്ധിച്ച് കബീർ ഈ ചെറുതുരുത്തിയിലെ ഈ ജംഗ്ഷനിൽ, ചെറുതുരുത്തിയിൽ ഒരു ബേക്കറി നടത്തുകയായിരുന്നു. ഈ മരിച്ച സെറയുടെ പേരിലായിരുന്നു ഈ കടയുണ്ടായിരുന്നത്. എല്ലാവർക്കും സുപരിചിതനായ, എല്ലാവരെയും പുഞ്ചിരിയോടുകൂടി മാത്രം സ്വീകരിക്കുന്ന ഒരു ബേക്കറി ഉടമ. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെ സംബന്ധിച്ചെല്ലാം തന്നെ ഈ കബീറും കുടുംബവും എല്ലാം ഏറെ സുപരിചിതമായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ വീടിനോട്, ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്നത് കബീറിൻ്റെയും ഷാഹിനയുടെയും സെറയുടെയും വീട്ടിലാണ്. ഇവരെല്ലാം സംബന്ധിച്ച് ഇതിനോട് ചേർന്നാണ് സെറയുടെ സ്കൂളായിട്ടുള്ള ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ നിന്ന് ഈ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികളടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാരെ സംബന്ധിച്ച് പോലും ഈ കുടുംബാംഗങ്ങളുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല. നാട്ടുകാർക്ക് സങ്കടം അടക്കിപ്പിടിക്കാൻ കഴിയുന്നില്ല. സഹപാഠികൾക്ക് സങ്കടം അടക്കിപ്പിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു നാടാകെ തേങ്ങുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവരുടെ വീട്ടുമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ചപ്പോൾ 100 കണക്കിന് ആളുകളാണ് നേരത്തെ മുതൽ തന്നെ, അതായത് രാവിലെ പോസ്റ്റ്മോർട്ടം 9 മണിയോടുകൂടി കഴിഞ്ഞതാണ്. മൃതദേഹം വാർത്തയെ പറ്റി അറിവുള്ളപ്പോഴും ദൃശ്യങ്ങൾ കാണുമ്പോഴും നമുക്ക് തന്നെ വലിയ വേദന ഉണ്ടാകുന്നു. അപ്പോൾ അവരെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന സങ്കടത്തിൻ്റെയും തേങ്ങൽ അത് പറഞ്ഞറിയിക്കാവതല്ല. ആ നാട് ആ 4 പേർക്കും യാത്രയപ്പ് നൽകുകയാണ്.